നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിലെ 5ാമത്തെ ചാപ്റ്ററാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണിത്. അതേസമയം ശരിക്കും മനസ്സിലാക്കിയാൽ മുഴുവൻ മാർക്കും നേടാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. ഇത് പഠിച്ചു കഴിയുമ്പോൾ ഒരു ബിസിനസിന്റെ കണക്ക് പുസ്തകവും ബാങ്ക് സ്റ്റേറ്റ്മെന്റും തമ്മിൽ എന്തുകൊണ്ട് വ്യത്യാസം വരുന്നു എന്നും ആ വ്യത്യാസങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ച് ശരിയാക്കാമെന്നും നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ്സിൽ സൂക്ഷിക്കുന്ന ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ബാങ്ക് തരുന്ന പാസ്ബുക്കിലെ ബാലൻസും തമ്മിൽ എപ്പോഴും ഒരുപോലെ ആവാത്തത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ചാപ്റ്റർ മുഴുവനായി നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വിഷയം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. ആദ്യം എന്തിനാണ് ഈ ബാലൻസുകൾ വ്യത്യാസപ്പെടുന്നതെന്ന് നോക്കാം. പിന്നെ ക്യാഷ് ബുക്ക്, പാസ്ബുക്ക് എന്താണെന്ന് വിശദമായി പരിചയപ്പെടാം. അതിനുശേഷം പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തും. പിന്നെ BRS ഉപയോഗിച്ച് ഈ പസിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിക്കും. എല്ലാവർക്കും സംശയമുള്ള ഓവർഡ്രാഫ്റ്റിന്റെ കാര്യവും നമ്മൾ ക്ലിയർ ചെയ്യും. അവസാനം പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം ഓർത്തിരിക്കാനുള്ള ഒരു കിടിലൻ മെമ്മറി സമ്മറിയും ഉണ്ടാകും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലുറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിലുള്ള ബാലൻസും ബാങ്കിലെ ബാലൻസും തമ്മിൽ വ്യത്യാസം വരുന്നത് തികച്ചും സാധാരണമായ ഒരു കാര്യമാണ്. അതിനർത്ഥം എവിടെയോ തെറ്റുപറ്റിയെന്നല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ആ വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ കൃത്യമായി കണ്ടെത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാനും അവയെ ശരിയായി രേഖപ്പെടുത്താനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ, അതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ചുരുക്കി BRS എന്ന് പറയും. സിമ്പിളായി പറഞ്ഞാൽ ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും എടുത്ത് അവ തമ്മിൽ ചേരാത്തതിന്റെ കാരണങ്ങൾ ഓരോന്നായി ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അത്രയുള്ളൂ. ഇനി ഈ കഥയിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമൻ ക്യാഷ് ബുക്ക്, രണ്ടാമൻ പാസ്ബുക്ക്. ഇവ രണ്ടും എന്താണെന്നും ഇതാരാണ് തയ്യാറാക്കുന്നതെന്നും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായാൽ ഈ ചാപ്റ്ററിന്റെ പകുതിയും എളുപ്പമായി. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഇതാണ് ഈ ചാപ്റ്ററിന്റെ അടിത്തറ. ക്യാഷ് ബുക്ക്, അതിലെ ബാങ്ക് കോളം, അത് തയ്യാറാക്കുന്നത് ബിസിനസ്സായ നമ്മളാണ്. നമ്മുടെ കാഴ്ചപ്പാടിലുള്ള എല്ലാ ഇടപാടുകളും അതിലുണ്ടാകും. ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്കിൽ പൈസയുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതാണ് ഫേവറബിൾ ബാലൻസ്. എന്നാൽ പാസ്ബുക്ക് തയ്യാറാക്കുന്നത് ബാങ്കാണ്. അത് നമ്മുടെ അക്കൗണ്ടിന്റെ ഒരു കോപ്പി അവർ നമുക്ക് തരുന്നതാണ്. ഇവിടെയാണ് ട്വിസ്റ്റ്. ഇവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസാണ് ഫേവറബിൾ, അതായത് നമുക്ക് പണമുണ്ട്. എന്തുകൊണ്ടാണിങ്ങനെ തലതിരിഞ്ഞു വരുന്നത്? കാരണം ബാങ്കിന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ പണം അവർക്ക് നമുക്ക് തിരികെ തരാനുള്ള ഒരു ബാധ്യതയാണ്, ഒരു ലയബിലിറ്റി. അക്കൗണ്ടിങ്ങിൽ ലയബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് പാസ്ബുക്കിൽ നമ്മുടെ പണം ക്രെഡിറ്റായി കാണിക്കുന്നത്. ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർമ്മയിൽ വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാഷ് ബുക്ക് എന്താണെന്നും പാസ്ബുക്ക് എന്താണെന്നും മനസ്സിലായി. ഇനി നമുക്കൊരു ഡിറ്റക്റ്റീവിനെ പോലെ അന്വേഷിക്കാം. എന്തുകൊണ്ടാണ് ഈ രണ്ട് ബുക്കുകളിലെയും ബാലൻസുകൾ തമ്മിൽ മാച്ച് ആവാത്തത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. പ്രധാനമായും രണ്ട് കുറ്റവാളികളാണ് ഇതിനു പിന്നിൽ. ഒന്നാമത്തേത് ടൈമിംഗ് ഡിഫറൻസസ്, അതായത് ഒരേ ഇടപാട് രണ്ട് ബുക്കുകളിലും രേഖപ്പെടുത്തുന്ന സമയത്തിൽ വരുന്ന വ്യത്യാസം. ഇതാണ് ഏറ്റവും സാധാരണമായി സംഭവിക്കുന്നത്. രണ്ടാമത്തേത് എറേഴ്സ്, അതായത് നമുക്കോ ബാങ്കിനോ പറ്റുന്ന എന്തെങ്കിലും തെറ്റുകൾ. ഏറ്റവും സാധാരണമായി വരുന്ന ആദ്യത്തെ ടൈമിംഗ് ഡിഫറൻസ് ഇതാണ്. നമ്മൾ ചെക്കുകൾ കൊടുത്തു, പക്ഷെ അത് കിട്ടിയാൽ ഇതുവരെ ബാങ്കിൽ കൊടുത്തു പണം വാങ്ങിയിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ ഒരാൾക്ക് ഒരു ചെക്ക് കൊടുക്കുമ്പോൾ ആ നിമിഷം തന്നെ നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് എഴുതി വയ്ക്കും. നമ്മുടെ ബാലൻസ് കുറഞ്ഞതായി കാണിക്കും, അല്ലേ? പക്ഷേ ആ ചെക്ക് കിട്ടിയ ആള് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും ബാങ്കിൽ കൊടുക്കുന്നത്. ബാങ്ക് എപ്പോഴാണോ ആ ചെക്കിന് പണം കൊടുക്കുന്നത്, അപ്പോൾ മാത്രമേ പാസ്ബുക്കിൽ നിന്ന് പണം കുറയുകയുള്ളൂ. അപ്പോൾ ആ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസ് പാസ്ബുക്കിലെ ബാലൻസിനേക്കാൾ കുറവായിരിക്കും. ഇതാണ് ഒന്നാമത്തെ ടൈമിംഗ് വ്യത്യാസം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടൈമിംഗ് ഡിഫറൻസ്, നമ്മൾ ബാങ്കിൽ കൊടുത്ത ചെക്കുകൾക്ക് ഇതുവരെ പണം കിട്ടിയിട്ടില്ല. അതായത് നമുക്ക് കിട്ടിയ ഒരു ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, നമുക്കൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു ചെക്ക് കിട്ടുന്നു. നമ്മൾ സന്തോഷത്തോടെ അത് നമ്മുടെ ക്യാഷ് ബുക്കിൽ എഴുതുന്നു. നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടിയതായി കാണിക്കുന്നു. പക്ഷേ നമ്മൾ ആ ചെക്ക് ബാങ്കിൽ കൊടുത്താൽ ഉടനെ പണം അക്കൗണ്ടിൽ വരുമോ? ഇല്ല. ബാങ്കിന് ആ ചെക്ക് ക്ലിയർ ചെയ്ത് പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ കുറച്ച് ദിവസത്തെ സമയം വേണം.
ആ ദിവസങ്ങളിൽ നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസ് പാസ്ബുക്കിലെ ബാലൻസിനേക്കാൾ കൂടുതലായിരിക്കും. ഇതും ഒരു ടൈമിംഗ് ഗ്യാപ്പാണ്. ഇതുപോലെ വേറെയും ചില വ്യത്യാസങ്ങൾ വരാം. ഇതൊക്കെ ബാങ്ക് ആദ്യം അറിയുകയും നമ്മൾ പിന്നെ അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ബാങ്ക് ചാർജ് പിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് പോലെയുള്ളവയ്ക്ക് പണമടയ്ക്കുന്നത്, ഇതൊക്കെ പാസ്ബുക്കിൽ ആദ്യം കുറയും. അതുപോലെ കസ്റ്റമേഴ്സ് നേരിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പണമിടുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പലിശ അക്കൗണ്ടിൽ വരുന്നത്, ഇതൊക്കെ പാസ്ബുക്കിൽ ആദ്യം കൂടും. ഈ വിവരങ്ങൾ നമ്മൾ അറിയുന്നതുവരെ ഒരു വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ നമുക്ക് വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലായില്ലേ? ഇനി ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് കടക്കാം. നമുക്കൊരുമിച്ച് ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി ഈ പസിൽ സോൾവ് ചെയ്യാം. ശരി, നമുക്ക് ഈ ഉദാഹരണം നോക്കാം. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്ക് പ്രകാരം ബാങ്കിൽ 50,000 രൂപയുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മുടെ ലക്ഷ്യം ഇതിൽ നിന്ന് തുടങ്ങി പാസ്ബുക്കിൽ യഥാർത്ഥത്തിൽ എത്ര രൂപയുണ്ടെന്ന് കണ്ടെത്തുകയാണ്. ആദ്യം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഐറ്റംസ് നോക്കാം. നമ്മൾ 6,000 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തു. അപ്പോൾ തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് അത് കുറച്ചു. പക്ഷെ ആ ചെക്ക് ഇതുവരെ ബാങ്കിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞിട്ടില്ല. അപ്പോൾ പാസ്ബുക്കിലെ ഉയർന്ന ബാലൻസിലേക്ക് എത്താൻ നമ്മൾ കുറച്ച ആ തുക തൽക്കാലത്തേക്ക് തിരികെ കൂട്ടിച്ചേർക്കണം. അതുപോലെ ബാങ്ക് നമുക്ക് വേണ്ടി 8,000 രൂപ ഡിവിഡൻഡ് വാങ്ങി അക്കൗണ്ടിലിട്ടു. ഇത് പാസ്ബുക്കിലെ ബാലൻസ് കൂട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഈ വിവരം അറിഞ്ഞിട്ടില്ല. അപ്പോൾ പാസ്ബുക്കുമായി മാച്ച് ചെയ്യാൻ ആ തുകയും നമ്മൾ കൂട്ടിച്ചേർക്കണം. ഇനി കുറയ്ക്കേണ്ട ഐറ്റംസ് നോക്കാം. നമ്മൾ 6,000 രൂപയുടെ ഒരു ചെക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. ഉടനെ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂട്ടി. പക്ഷേ ബാങ്കിൽ പണം വന്നിട്ടില്ല. അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറവാണ്. അതുകൊണ്ട് പാസ്ബുക്കിലെ കുറഞ്ഞ ബാലൻസുമായി മാച്ച് ചെയ്യാൻ ആ തുക നമ്മൾ കുറയ്ക്കണം. അതുപോലെ ബാങ്ക് 400 രൂപ ചാർജ് ഈടാക്കി. ഇത് പാസ്ബുക്കിൽ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്യാഷ് ബുക്കിൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ആ തുകയും നമ്മൾ കുറയ്ക്കണം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ സ്റ്റാർട്ടിംഗ് ബാലൻസായ 50,000-നോട് 14,000 രൂപ കൂട്ടി, അപ്പോൾ 64,000-ആയി. അതിൽ നിന്ന് 6,400 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 57,600. ഇതാണ് പാസ്ബുക്ക് പ്രകാരമുള്ള ശരിയായ ബാലൻസ്. കണ്ടില്ലേ, പസിൽ സോൾവായി. ഓരോ കാര്യത്തിന്റെയും കാരണം മനസ്സിലാക്കിയാൽ ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് പരീക്ഷയ്ക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, മാർക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ഭാഗം നോക്കാം. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ എന്തു ചെയ്യും? പേടിക്കണ്ട, ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല, പകരം നമ്മൾ ബാങ്കിന് അങ്ങോട്ട് പണം കൊടുക്കാനുണ്ട്. അതായത് ഒരു നെഗറ്റീവ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതിന്റെ നേരെ വിപരീതമായി ചെയ്താൽ മതി. എല്ലാം തലതിരിച്ചിടുക. അതായത് സാധാരണയായി ബാങ്ക് ബാലൻസ് കൂട്ടുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ കുറയ്ക്കണം, ലെസ് ചെയ്യണം. സാധാരണയായി ബാങ്ക് ബാലൻസ് കുറയ്ക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ കൂട്ടിച്ചേർക്കണം, ആഡ് ചെയ്യണം. ഈ ഒരൊറ്റ നിയമം ഓർത്തുവെച്ചാൽ മതി. ഓവർഡ്രാഫ്റ്റിലെ ഒരു മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ശരി, ഇനി പരീക്ഷയ്ക്ക് പോകുന്നതിനു മുൻപ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇതിനെ നമുക്കൊരു എക്സാം ചീറ്റ് ഷീറ്റ് എന്ന് വിളിക്കാം. ഈ നിയമങ്ങൾ നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം. ഈ ചാർട്ട് നന്നായി ശ്രദ്ധിക്കൂ. നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ, നമ്മൾ കൊടുത്ത ചെക്ക് ബാങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ആഡ് ചെയ്യണം. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ബുക്കിലെ ബാലൻസ് പാസ്ബുക്കിനേക്കാൾ കുറവാണ്. അപ്പോൾ മാച്ച് ചെയ്യാൻ തിരികെ ആഡ് ചെയ്യണം. ബാങ്ക് പലിശ തന്നാലോ കസ്റ്റമർ നേരിട്ട് പണമിട്ടാലോ അതും ആഡ് ചെയ്യണം. എന്നാൽ നമ്മൾ നിക്ഷേപിച്ച ചെക്കിന് പണം കിട്ടിയില്ലെങ്കിൽ അത് ലെസ് ചെയ്യണം. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ബുക്കിലെ ബാലൻസ് പാസ്ബുക്കിനേക്കാൾ കൂടുതലാണ്. അതുപോലെ ബാങ്ക് ചാർജുകളും മറ്റ് പേയ്മെന്റുകളും ലെസ് ചെയ്യണം. ഈ ചാർട്ടൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. പരീക്ഷ ദിവസം വളരെ ഉപകാരപ്പെടും. പരീക്ഷയ്ക്ക് ഒരാഴ്ചയല്ലേ ഉള്ളൂന്ന് ടെൻഷൻ അടിക്കേണ്ട. ഈ പ്ലാൻ ഫോളോ ചെയ്താൽ മതി. ആദ്യത്തെ 2 ദിവസം ഈ കോൺസെപ്റ്റുകൾ നന്നായി മനസ്സിലാക്കുക. അടുത്ത 2 ദിവസം ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക. പിന്നെ ഈ മെമ്മറി ചാർട്ടും സാധാരണ വരുന്ന തെറ്റുകളും വീണ്ടും നോക്കുക. അവസാന ദിവസം എല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്താൽ നിങ്ങൾ സെറ്റാണ്. എപ്പോഴും ഒരു കാര്യം ഓർക്കുക. എങ്ങനെ ചെയ്യണം എന്ന് കാണാതെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നു മനസ്സിലാക്കുന്നതാണ്. ഓരോന്നിന്റെയും കാരണം മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്കിത് തീർച്ചയായും സാധിക്കും. എല്ലാവിധ ആശംസകളും.